എന്നാ ഇത് കേരളാവിൽ ഓണത്തിന് എല്ലാ വീട്ടിലും ഇതുപോലെ ശണ്ടയാ? എല്ലാ വീട്ടിലും ഇല്ല, ചില വീട്ടില്. അതിലൊരു വീടാണ് ഇത്. ഓ, നമ്മ നാട്ടിലൊക്കെ പൊങ്കലിന് എന്ത് ആഘോഷായിരിക്കും അറിയുമാ? ഇവിടെ ഉണ്ട്, ഭയങ്കര ആഘോഷാ. ഇവിടെ വിഷുവിനൊക്കെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് അടുത്ത വീട്ടിലോട്ട് വരും. അപ്പൊ അവർ ഓണത്തിന്റെ ഓണത്തല്ലുമായിട്ട് ഇങ്ങോട്ട് വന്ന് തല്ലും. പിന്നെ പെരുന്നാളിന് ഇറച്ചിയും പത്രയും കൊടുത്ത് സോൾവ് ചെയ്യും. അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇവിടെ ആഘോഷത്തിന്റെ ബഹളമാണ്, പാട്ട്, കൂത്ത്, ഡാൻസ് എല്ലാം ഉണ്ട്. പുണ്ണി, നമ്മളെ ആഘോഷം എന്താന്ന് മരതകത്തിനൊന്ന് കാണിച്ചു കൊടുത്തേ. എന്താ വേണ്ടേ? ഒരു പാട്ടൊക്കെ പാടി സാധാരണ നമ്മൾ ചെയ്യാറുള്ളതല്ലോ ഒന്ന് ഓളാക്കാം. അപ്പൊ ഞാൻ പാട്ട് പാടാം, നിങ്ങൾ ഡാൻസ് ചെയ്യോ? പിന്നെ അതെ, പാട്ടിനും ബേളത്തിനും മുമ്പ് ഞാൻ വാവയെ കൊണ്ട് കിടത്തട്ടെ, ഉറങ്ങി. നല്ലതാ, ഞാൻ നീ കൊണ്ട് കിടത്തിക്കോ. നമുക്ക് തുടങ്ങാം. അപ്പുണ്ണേ, കുമ്മിയടിക്കുവിൻ കൂട്ടുകാരെ, കുമ്മിയടിക്കുവിൻ നാട്ടുകാരെ, പൊന്നിൻ തിരുവോണം വന്നതറിഞ്ഞില്ല കുമ്പിട്ടും പൊങ്ങിയും കുമ്മിയടി. കുമ്മിയടിക്കുവിൻ കൂട്ടുകാരെ, കുമ്മിയടിക്കുവിൻ നാട്ടുകാരെ, പൊന്നിൻ തിരുവോണം വന്നതറിഞ്ഞില്ല കുമ്പിട്ടും പൊങ്ങിയും കുമ്മിയടി. അവേലിക്കും പൂക്കള, മാദേവനും പൂക്കള. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. അതാ പുലി വന്ന്. ബലരാമേട്ടോ, ഓണമൊക്കെ ഏതുവരെയായി? അയ്യോ, ഒരു പരിചയമുള്ള ശബ്ദം. അയ്യോ, മജീദല്ലയോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ വേഷത്തിൽ നിൽക്കുമ്പോ ആരും എന്നെ മജീദ് എന്ന് വിളിക്കാൻ പാടില്ല, മാവേലി തമ്പുരാൻ എന്ന് വിളിക്കണം പ്രജകള്. ഇതിനാണല്ലേ രാവിലെ എന്നോട് കൊണ്ടാക്കിട്ടങ്ങ് പോയതല്ലേ? എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരേ നിർബന്ധം, ഞാൻ തന്നെ മാവേലി തമ്പുരാനാവണോ. ഓ, ശരിക്കും മാവേലി പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ. അല്ല, വാപ്പേത് ഈ വേഷത്തില്? പിന്നെ മാവേലി ഈ വേഷത്തിലല്ലാണ്ട് ജീൻസ് പാൻറ് ഇട്ടിട്ട് വരാൻ പറ്റുമോ? അതല്ല ഉത്തമേട്ടാ, പാപ്പ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നീ ആദ്യമായിട്ടാ കാണുന്നത്, പക്ഷെ ഞാൻ ഈ വേഷം ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കേട്ടോ ഉത്തമ, ഈ ഗൾഫിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന് അവരെന്നെ നിർബന്ധിച്ച് സ്ഥിരം മാവേലിയാക്കി. 3 പ്രാവശ്യം എനിക്ക് മാവേലിക്കുള്ള ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. എന്താ സുലി പറയുന്നത്? ഓണം എന്ന് പറയുന്ന വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ഞാൻ എന്നും ഈ വേഷത്തിൽ ഇടുന്ന നാട്ടുകാർ പറയില്ലേ എനിക്ക് ഭ്രാന്താണെന്ന്. അപ്പോ നാം യാത്രയാകുന്നു, പോയിട്ട് വരാം. അല്ല വാപ്പ മാവേലി, അല്ല മാവേലി, അങ്ങനെ പോവാണോ? സദ്യ വെച്ചിട്ട് പോവാം. അത് പറ്റൂല, എനിക്കിനി 3-4 വീടുകളിലൂടെ കയറാനുണ്ട്. അതെന്തൊരു പോക്കാ? കൊട്ടിലപ്പാട്ട് തറവാട്ടിൽ നിന്ന് ഓണസദ്യ കൊണ്ടാതെ മഹാബലി പോവാണ്. മഹാബലി ഇങ്ങോട്ട് കയറി വന്നേ. ശരി, നിക്ക് 1 മിനിറ്റ്. ഒരു കാര്യം ചെയ്, നിങ്ങൾ പോക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ചെല്ല്. ചേച്ചി, ഭക്ഷണം എടുത്ത്
ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം. സീതേച്ചി പാചകം ഗംഭീരമായിട്ടുണ്ട്. കേട്ടാ പറ്റാ വേട്ട, എന്തിനാ അധികം കറികള്? ഈ ഇഞ്ചിക്കറി മാത്രം മതിയല്ലോ ഇത്രയും ചോറുണ്ണാൻ. എന്നാ പിന്നെ മാവേലിക്ക് മറ്റുള്ള കറികളൊക്കെ മാറ്റി വെച്ച് ഇഞ്ചിക്കറി മാത്രം കൊടുക്കും. അല്ല, ഞാനതൊരു വെറുതെ ഓണത്തിനങ്ങ് പറഞ്ഞു. ഇക്ക ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് ഞാനാ, അല്ല ഞങ്ങളാ. അല്ല, നമ്മളെന്ത് ഈ കാത്തിരിക്കുന്ന ഭക്ഷണം വിളമ്പിട്ട് കഴിക്കണ്ടേ? അതെ, ഞാനിവിടെ പിടിവിട്ട് നിൽക്കട്ടെ, നമുക്ക് തുടങ്ങാന്നേ. കഴിക്കാം. ആ, നല്ലല്ലേ? എന്താ പച്ചി? ആരാ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്? സീതേച്ചി. ആ, ഫസ്റ്റ് അവൾ അകത്തേക്ക് കയറിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു വായി വെക്കാൻ കൊള്ളാമെന്ന് ഒന്നും ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് മാവേലി പറഞ്ഞല്ലോ നല്ലതാന്ന്. ആ, പിന്നെ അയാൾക്ക് ഇഞ്ചിക്കറിയെ പറ്റി എന്ത് വിവരമാണെന്ന് അറിഞ്ഞില്ലേ? എന്താ ഈ പറയണ അപ്പച്ചി? നല്ല രസമുണ്ട് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി മാത്രമല്ല എല്ലാ കറിയും രസമുണ്ട് ഇല്ലടാ. ഇഞ്ചിക്കറി മാത്രമല്ല, എല്ലാം നന്നായിട്ടുണ്ട്. ഇല്ലടാ ഉത്തമ? പിന്നെ എല്ലാം നല്ല അടിപൊളിയുണ്ട്. അമ്മ ചുമ്മാ വഴക്കിടാതെ വാരി കഴിച്ചമ്മേ. അടിപൊളിയാണെങ്കിലേ നീ തിന്നോ, എന്നെ തീരാൻ നോക്കണ്ട. എന്താ നാത്തൂന് അങ്ങനെ ഒരു വർത്താനം? എല്ലാവർക്കും കറിയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ, എന്നിട്ട് നാത്തൂന് മാത്രം എന്താ ഇഷ്ടപ്പെടാണ്ട്? ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല, അത് തന്നെ. ശരി അപ്പച്ചി, മതി. നല്ലൊരു ദിവസമായിട്ട് അന്നത്തിന്റെ മുമ്പിലിരുന്ന് നിങ്ങൾ കൊമ്പ് ഓർക്കല്ലേ, ഭക്ഷണം കഴിക്കൂ. അതെ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നു, അപ്പച്ചിയും സീതേച്ചിയും തമ്മിൽ എന്താ ഒരു സൗന്ദര്യപ്പണക്കം? അതൊരു സാരിയുടെ കരയുടെ മുകളിൽ തുടങ്ങിയ വഴക്ക എന്റെ മജീദേ, അല്ല മാവേലി. അതെ, ഞാനൊരു കാര്യം പറയാം. എന്ത് സൗന്ദര്യപ്പണക്കവും വഴക്കം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റാനാണ് ഈ തിരുവോണ സദ്യ. അങ്ങനെയാണെങ്കിൽ ഇവര് ജന്മത്തോണ സദ്യ കഴിക്കില്ല. ഉത്തമ, ആദ്യം നീ നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കും. ഞാൻ ഓണക്കോടി കിട്ടിയപ്പോഴും നന്നായില്ല. ദേ, നിങ്ങൾ രണ്ടുപേരോട് ഞാനൊരു കാര്യം പറയാം. മനസ്സിൽ എന്തെങ്കിലും ദേഷ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്ക്. പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു തീർക്ക്. എനിക്കൊരു ദേഷ്യവും പിണക്കമൊന്നും ഇല്ല മാവേലി. ഇതേ നാത്തൂനെ, കറിക്ക് വീതിയുള്ള സാരി ഞാൻ ഉടുത്താണ് പ്രശ്നമെങ്കിൽ ഞാനത് നാത്തൂനങ്ങ് തന്നേക്കാം. നീ കൊടുത്ത സാരി എനിക്കൊന്നും വേണ്ടേ? എന്നാ വേണ്ട, പുതിയത് മേടിച്ചു തരാം. വേണ്ടെന്നേ. അപ്പച്ചി, ഉത്തമൻ ഓണക്കോടി മേടിക്കാതിരുന്നപ്പോ അപ്പച്ചി എന്താ പറഞ്ഞേ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടും കൂടി ഓണം ആഘോഷിക്കണമെന്ന് അല്ലേ? കുശുമ്പും കുഞ്ഞായ്മയും മനസ്സിൽ വെക്കരുതെന്ന്. അപ്പച്ചിയാണ് ഇപ്പൊ ഇങ്ങനെ പറയണേ. അമ്മേ, എന്നാടാ ഞാനൊന്ന് അയഞ്ഞപ്പോ അമ്മ തുടങ്ങിയ. ഞാനൊരു കാര്യം പറഞ്ഞേക്കട്ടെ, ഇനി ഇവിടെ കിടന്ന് അലമ്പ് കഴിക്കണേ ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് പോകും. എങ്ങോട്ടാണ് ചെല്ലു? ചുമ്മാ പോകൂല, ഇപ്പൊ കഴുത്ത കിടക്കുന്ന മാലം പൊട്ടിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ നടന്നത് തന്നെ ഏറ്റില്ല, പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞു പോയി. അലാമണിയെ, നല്ലൊരു ദിവസമായിട്ട് നീയായിട്ട് എല്ലാവരുടെയും സന്തോഷം കളഞ്ഞു കുടിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം. ആങ്ങളെ എന്നോട് ക്ഷമ ചോദിക്കാനോ? പോ ആങ്ങളെ അവിടുന്ന്. സീതാലക്ഷ്മി, നിനക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞു മാന്തിയിരിക്കും. അതിപ്പോ ഓണായാലും ശരി, വിഷു ആയാലും ശരി, എനിക്കിഷ്ടപ്പെടാത്ത ഞാൻ മുഖത്ത് നോക്കി പറയും, ഈ സാരി നീ തന്നെ ഉടുത്തോ, നിനക്കാത് ചേരുന്നത്. എനിക്കൊരു പിണക്കവും ഇല്ല കേട്ടോ. നേരാടി, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഹായ്, നല്ല ഇഞ്ചിക്കറി. ആരാ വെച്ചേ? വാവോ വാവാവോ അച്ഛൻ്റെ കുട്ടി വാവാവോ, വാവോ വാവാവോ അമ്മയുടെ കുട്ടി വാവാവോ, അപ്പുണ്ണി കുട്ടി വാവാവോ, കുമാരി കുട്ടി വാവാവോ. അച്ഛന് ചക്കരക്കുട്ടനാട്ടോ. വാങ്ങിക്കോ, അമ്മ വന്നാലേ അച്ഛനെ ചീത്ത അറിയൂ. വാങ്ങിക്കോ. വാവോ അറിഞ്ഞാ പെണ്ണേട്ടാ? ഇടക്കിടക്കേ
ഒരു കണ്ണു പറഞ്ഞിട്ട് എന്നെങ്ങനെ നോക്കുക. അതന്നെ പണി. ഉറങ്ങിക്കോളും. ഉറങ്ങിക്കോട്ടോ. എന്താ ഓണൊക്കെ കഴിഞ്ഞു, ഓണക്കോടിയൊക്കെ മാറ്റാം. ഈ ഓണം കഴിയുമ്പോഴേ ഒരു സങ്കടം. എന്തിന്? എനിക്കറിയില്ല, എന്നും ഓണമായി മതിയായിരുന്നു. അത് ശരിയാ, എന്നും ഓണാണെങ്കിൽ രസമായിരിക്കും. പാട്ടും ബഹളവും സദ്യയും. എന്ത് പാട്ടും ബഹളവും? നീ പാട്ടിനും കളിക്കും സദ്യക്കും ഒന്നും നീ ഉണ്ടായില്ലല്ലോ. അപ്പുണ്ണിയുടെ അത് പിന്നെ എനിക്ക് ഇവന്റെ കൂടെ നിക്കണ്ടേ? ബാബു കരഞ്ഞാ പിന്നെ ഞാൻ അടുത്ത് വേണ്ടേ? സദ്യക്കെങ്കിലും നിൽക്കാൻ ഞങ്ങൾ കൊടുന്ന് വരായിരുന്നു, ഒന്നിലും കൂടിയില്ല. അപ്പുണ്ണേട്ടാ, ഇപ്പൊ ഇവന്റെ സൗകര്യത്തിനാണ് എന്റെ എല്ലാ കാര്യങ്ങളും. അവൻ തീരുമാനിക്കണം ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ വരെ, അറിയാമോ? അപ്പൊ അവൻ കുറച്ചൊന്നും ആവണ വരെ അങ്ങനെയൊക്കെ പറ്റൂ. അടുത്ത ഓണാകുമ്പോഴേക്കും എന്താവോ? അടുത്ത ഓണാകുമ്പോഴേക്കും അങ്ങനെ പെട്ടെന്ന് എങ്ങനെ വലുതാവുക? 1 വയസ്സാവും. അപ്പൊ 5 വയസ്സാകുമ്പോ വലിയ കുട്ടിയാവും. കുറച്ചൊക്കെ ആവും, അപ്പോഴൊക്കെ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല. ഒറ്റയ്ക്ക് ഇരുന്ന സദ്യ ഉണ്ണണ്ടി വന്നെങ്കിലും രാജകീയമായിട്ടല്ലേ ഞാൻ കഴിച്ചത്. അതെങ്ങനെ? വീട്ടിലുള്ള എല്ലാരും കൂടി എനിക്ക് വിളമ്പി തരുമല്ലായിരുന്നോ? ആണോ? ഉത്തമേട്ടനെ എന്നെ കൊണ്ട് 3 വട്ട പായസം കുടിപ്പിച്ചത്. എന്താണ് നല്ല രസായിരുന്നു ഓണം. കിടക്കണ്ടേ? കിടക്കാം. നീ ഇടണോ? ഞാൻ കുറച്ചേരം വാവന്റെ കൂടെ ഇരിക്കാം. ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്. കുറച്ചു കഴിഞ്ഞിട്ട് മാറാ. വല്ലപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കുപ്പായിടണത്. ഇനി വേണോ ചേച്ചി? കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. കഴിക്കടി. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. കുമാരി, കുറച്ചു ദിവസമായി ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറച്ചു ദിവസമായിട്ട് ആ കാര്യം ചോദിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കാണോ അപ്പച്ചി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാധാരണ ആലോചിച്ചോണ്ടേ പറയുന്ന ആളാണല്ലോ. എന്താ അപ്പച്ചി കാര്യം? അല്ല, നമ്മുടെ കുഞ്ഞിന്റെ 22 കഴിഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ, ഇതുവരെ എന്താ അവന് പേരിടാത്തത്? പേര് ഇട്ടില്ലേ? പേരിടാത്തോണ്ടല്ലേ വാപ്പ ആരും കുഞ്ഞിനെ പേര് വിളിക്കാത്തേ? ആഹാ, ഞാനോർത്തു നിങ്ങൾ ഏതാണ്ട് ന്യൂ ജനറേഷൻ പേരായിരിക്കും ഇട്ടത്, അത് വായിക്കൊള്ളാത്തോണ്ട് ആരും വിളിക്കാത്തതെന്നാ. അയ്യോ, അതിന് ഇവിടെയുള്ളവർക്കെല്ലാം ഭയങ്കര തിരക്കല്ലേ, കുഞ്ഞിന് പേരിടാൻ പോലും ഉള്ള സമയമില്ല. ബാക്കിയുള്ളവരാരും മക്കളെ പറ്റിയിട്ടില്ലല്ലോ. അപ്പച്ചി എന്തിനാ അത് ഇന്നെ നോക്കിട്ട് ഒരു അർത്ഥം വെച്ച് പറയണേ? കേട്ടോ അപ്പച്ചി, അതൊക്കെ ഞാൻ ഈ ഷാഹിന ജനിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഷാഹിന എന്നുള്ള പേര് ഞാൻ കണ്ടുവച്ചിരുന്നു. അല്ല വാപ്പ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? അപ്പൊ ആൺകുഞ്ഞായിരുന്നെങ്കിൽ വാപ്പ ഷാഹിന എന്ന് പേരിടുമായിരുന്നോ? പോടി മണ്ടി അവിടെ. ആൺകുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും ഷാഹിന എന്നുള്ള പേരിടൂ? ആൺകുട്ടിയാണെങ്കിൽ ഷാജഹാൻ, പെൺകുഞ്ഞായതുകൊണ്ട് ഷാഹിന. കണ്ടോടി, മജീദിന്റെ പ്ലാനിങ് പ്രസവത്തിന് മുമ്പ് 2 പേരുമായിട്ടാ ലേബർ റൂമിന് മുമ്പിൽ കാവലിരുന്നു. കണ്ടോ? ആരൊക്കെയാ വാപ്പ 2 പേര്? അയ്യോ, 2 പേരെന്ന് ഉദ്ദേശിച്ചതേ ആളല്ല, നെയ്യും പേര്, അതാണ്. അങ്ങനെ. അല്ല കുമാരി, കുഞ്ഞിനെന്താ ഇതുവരെ പേരിടാഞ്ഞത്? പേരൊന്നും കണ്ടുവച്ചില്ലേ? അങ്ങനെ പേരിട്ടില്ല എന്നല്ല വാപ്പ, പേരിട്ടിട്ടുണ്ട് അപ്പുണ്ണിയേട്ടൻ, ശുഷ്കാന്ത്. അത് പറഞ്ഞ് തമാശക്ക് ഇങ്ങനെ അപ്പുണ്ണിയേട്ടൻ പറയണതാ? അയ്യോ കുമാരേച്ചി, അങ്ങനെ തമാശക്കൊന്നും പറയുന്നതല്ല, വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പുണ്ണിയേട്ടൻ ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞെന്നോ? ഇനി ആരോടാ പറയാൻ ബാക്കിയെന്ന് ചോദിക്കേ. പാല് വാങ്ങിക്കാൻ വരുന്നവരോടും പറമ്പിൽ പണിക്ക് വരുന്നവരോടും രാഘവേട്ടനോടും സൊസൈറ്റിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മോന്റെ പേര് ശുഷ്കാന്ത് എന്നാണ്. അപ്പുണ്ണിയേട്ടന്റെ ഒരു കാര്യം. അല്ലേ കുമാരി, ഈ ശുഷ്കാന്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്റെ കുട്ടിക്ക് ശുഷ്കാന്ത് എന്ന് പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. അത് കുഞ്ഞിന്റെ അച്ഛനായ അപ്പുണ്ണിയോട് പറയണം. എന്നുവെച്ചാൽ ലോകത്ത് എത്ര പേരുണ്ട് വേറൊന്നും കിട്ടാത്ത പോലെ ശുഷ്കാന്ത്. അല്ല കുമാരിച്ചി, ഇനിയിപ്പൊ അപ്പുണ്ണിയോട് പറഞ്ഞാലും ഇതൊന്നും മാറ്റുമെന്ന് തോന്നുന്നില്ല. കുഞ്ഞ് ജനിച്ചപ്പോഴേ ലഡുവായിട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് പറയാൻ തുടങ്ങിയത് ആ പേര്. പിന്നെ നല്ല പേരല്ലേ ചേച്ചി ശുഷ്കാന്ത് എന്ന്, അത് മതി.
നല്ല പേരല്ലേ? ആ നല്ല പേര് എന്റെ കുട്ടിക്ക് വേണ്ട. നിനക്ക് കുട്ടി ഉണ്ടാവുമ്പോ നീ ഇട്ടോ. അത് പറ്റൂല. അത് ഞങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്തു. വീരാൻകുട്ടി. എന്തോ കുട്ടി? വീരാൻകുട്ടി. വാപ്പ അത് മതി, ഫിക്സ് ചെയ്തു. വാപ്പ ഇതുവരെ അത് വിട്ടില്ലേ? അതങ്ങനെ കൂടെ നിന്റെ ഉപ്പപ്പാന്റെ പേരല്ലേ? ആരെന്ത് പറഞ്ഞാലും എന്റെ കുട്ടിക്ക് ശുഷ്കാന്ത് എന്നുള്ള പേര് ഞാൻ ഇടില്ല. ചെടി, അത് നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? ഇതെന്താ വിളിക്കൊരു കാനം? ഈ വന്നവരോടും പോണവരോടും ഒക്കെ ശുഷ്കാന്ത് എന്നാ കുട്ടിയുടെ പേര് എന്തിനാ പറയണേ? അവൻ എന്റെ മോനായതുകൊണ്ട്. മോനായതുകൊണ്ട് അവന്റെ പേര് ശുഷ്കാന്ത് എന്നാ ഞാൻ പേരിട്ടിരിക്കണ. അവന് അങ്ങനെ നമ്മൾ ഇട്ടില്ലല്ലോ. ഇട്ടല്ലോ. എപ്പ ഇട്ടു? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ശുഷ്കാന്ത് എന്നാ ഞാൻ അവനെ വിളിക്കാന്ന്. അതങ്ങനെ വെറുതെ പറഞ്ഞല്ലേ ഉള്ളൂ. ആ പേര് എനിക്ക് ഇഷ്ടല്ലാന്ന് ഞാൻ പറഞ്ഞതാ. നിനക്ക് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിട്ടത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പഞ്ചായത്തിൽ നിന്ന് അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. പഞ്ചായത്തിൽ നിന്ന് മേടിച്ചിട്ടൊന്നുമില്ല. നീ പഞ്ചായത്തിൽ മേടിക്കുമ്പോഴും ഞാൻ ആ പേരേ പറയുള്ളൂ, ശുഷ്കാന്ത്. ഒന്നല്ല, പഞ്ചായത്തിൽ ഞാൻ വേറെ നല്ല പേര് എഴുതി കൊടുക്കും. നീ നല്ല പേര്, അതിന് മുന്നേ ഞാൻ എഴുതി കൊടുക്കും. അപ്പുണ്ണിയുടെ വെറുതെ എന്റെ അടുത്ത് വഴക്കിടാൻ വരില്ലേ? എന്ത് വഴക്കിടാൻ വരണെന്ന്? എന്താ ശുഷ്കാന്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത്? അതെനിക്ക് ഇഷ്ടല്ല. അതന്നെ നീ വെറുതെ ഇഷ്ടക്കേട് കാണിക്കുക. അല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത പേരെന്തിനാ കുട്ടിക്ക് ഇടണെന്ന് പറയണേ? അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പേര് നിനക്കൊന്നും ഇഷ്ടപ്പെട്ടൂടെ? അതിനെന്താ കുഴപ്പം? അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള പേരല്ലേ കുട്ടിക്ക് ഇടണ്ടത്? അങ്ങനെ ഒരു പേര് എന്റെ മനസ്സിലില്ല. ഞാനിത് എന്നോ കണ്ടുവച്ച പേരാ. അറിയോ നിനക്ക് ശുഷ്കാന്ത് എന്നുള്ളത്? നീ ഗർഭിണിയാണെന്നു ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പുണ്ണിയുടെ വെറുതെ കള്ളം പറയല്ലേ? കാര്യമേ അപ്പുണ്ണിയുടെ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കണത്? എന്റെ കുട്ടിക്ക് എനിക്ക് കൊണ്ട് ഇഷ്ടമുള്ള പേര് വേണ്ടേ? നീ ഇഷ്ടമുള്ള പേര് വിളിച്ചോ, ഞാൻ ശുഷ്കാന്ത് എന്ന് വിളിക്കുള്ളൂ. പറ്റില്ല. അങ്ങനെ പറ്റാതിരിക്കുക. കുമാരി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. അതെ, നീ ദേഷ്യപ്പെടരുത്. ഞാനിത് ആഗ്രഹിച്ചു പോയി അവനെ ശുഷ്കാന്ത് എന്ന് വിളിക്കാൻ. അപ്പൊ നീ അതൊന്നും അംഗീകരിക്കണം. ഇല്ല, നമുക്ക് വേറൊരു കുഞ്ഞിനാകുമ്പോ ആ കുഞ്ഞിന് നിനക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. അപ്പുണ്ണിയുടെ ഞാൻ സമ്മതിക്കില്ലാന്ന്. അതെ, ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ലഡുവൊക്കെ കൊടുത്തിട്ട് ശുഷ്കാന്ത് എന്നാണ് മോന്റെ പേരെന്ന്. ഇപ്പൊ സൊസൈറ്റിയിൽ നിന്നൊക്കെ ആൾക്കാരും കൊണ്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ശുഷ്കാന്തിന് സുഖമല്ലേ എന്ന്. അപ്പൊ നീ എങ്ങനെയാ അത് മാറ്റുക? അപ്പുണ്ണിയുടെ എനിക്ക് ആ പേര് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ നിനക്ക് ഇഷ്ടമുള്ളൊരു പേര് വിളിച്ചോ. അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ ഇടേണ്ടത്. എന്തെങ്ങനെ ഒരു കുഞ്ഞിന് പേര് വിളിച്ചില്ല? ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ കച്ചറ ഉണ്ടാവണേ. അപ്പുണ്ണിയുടെ എന്ത് പറഞ്ഞാലും എനിക്ക് ആ പേര് ഇഷ്ടല്ല, ഇഷ്ടല്ല, ഇഷ്ടല്ല. അപ്പുണ്ണിട്ടാ, കുമാരിച്ചി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ഇങ്ങോട്ട് ചോദിക്ക്. എന്താ കുമാരിച്ചി? ശുഷ്കാന്ത് എന്നുള്ള പേര് ഇടാൻ പറ്റില്ല. അതന്നെ, ശുഷ്കാന്ത് എന്നുള്ള പേരെ ഞാൻ എന്റെ കുട്ടിക്ക് ഇടുള്ളൂ. അയ്യോ, ഒരു പേരിടുന്നതിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ പോരടിക്കുന്നേ. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടി. അപ്പുണ്ണിയേട്ടാ, എന്നാ ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീരുമാനിക്ക്. അതെ, ഭർത്താവിന് ഇഷ്ടപ്പെട്ട പേര് ഭാര്യ അങ്ങോട്ട് ഇഷ്ടപ്പെടണം. അങ്ങനെയാ. എന്നാ ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത പേര് ഭർത്താവ് ഇഷ്ടപ്പെടാതെ ഇരിക്കണം. അല്ല, കുമാരിച്ചി പറയുന്നതിലും കാര്യമുണ്ട്, അപ്പുണ്ണിയേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. അല്ല, അങ്ങനെയല്ല, നിങ്ങളൊന്ന് സഹകരിക്ക്. ഞാൻ എന്താ വേണ്ടേ? ആ പേരിടരുത്. ആ പേരിടും. അപ്പുണ്ണിയേട്ടാ, കുമാരിച്ചി പറയുന്നതും കൂടെ ഒന്ന് കേക്ക്. അതെ, ഇത്രയും കാലം അവളുടെ ഇഷ്ടത്തിനാ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തേ. ഇതിലെങ്കിലും അവൾ എന്റെ ഇഷ്ടം ഒന്ന് അംഗീകരിക്കട്ടെ. എന്നാ പിന്നെ കുമാരിച്ചി അപ്പുണ്ണിയേട്ടൻ പറയുന്ന അങ്ങ് സമ്മതിച്ചേക്ക്. എടി, ഈ മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് വട്ടാണ്. വട്ടോ? എനിക്കോ? കണ്ടോ, അപ്പൊ പറഞ്ഞിട്ടില്ലേ എനിക്ക് വട്ടാണ്? ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അതുകൂടി പറഞ്ഞു. എനിക്ക് കണക്കായി പോയി. വെള്ളം വെച്ചിട്ടല്ലേ? അതെ, ഒന്ന് രണ്ടും കൂടെ നിർത്തുവോ? പറമ്പി കിടന്ന് അങ്ങ് വഴക്കുണ്ടാക്കുക. നാട്ടുകാർ കേട്ടത് നാണക്കേടത് അറിയോ? നിർത്തടി. നീ എന്തിനാണ് നോച്ചെടുക്കണേ? ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങൾ ഇഷ്ടമുള്ള പേരിടും. അതിന് നീ ഇവിടെ കിടന്നിട്ടുള്ള എന്തിനാ? കുമാരിയേച്ചി, അപ്പൊ ചേച്ചി എന്നെ ഇത്രയും നാളൊരു അന്യായിട്ടല്ലേ കണ്ടേ? നിങ്ങളുടെ കൊച്ചും ഞങ്ങളുടെ കൊച്ചെന്നൊക്കെ ഉണ്ടല്ലേ? ഇതിന്റെ ഇടയിൽ കയറി വന്ന് സെന്റിമെന്റ്സ് അടിക്കല്ലേ? ഒരു അച്ചടി അങ്ങോട്ട് തരും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ, എന്റെ കുട്ടിന്റെ പേര് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാ അവരുടെ കാരണം കുട്ടിക്ക് ഞാൻ അടിക്കും, ഉറപ്പാ. അത് എനിക്കല്ല കേട്ടോ, അത് ചേച്ചിക്കുള്ളതാ. നിങ്ങൾക്ക് എന്നെ അടിക്കണോ? ഞാൻ നിന്നെ അടിക്കുന്നു പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ, എന്നെ അടിക്കുന്നു പറഞ്ഞല്ലോ നിങ്ങള്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇത് ശരിയാവില്ല. കുടുംബക്കാരും ബന്ധുക്കളും എല്ലാരും വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തിനാ നീ അവരൊക്കെ വിളിച്ച് ചർച്ച ചെയ്യണ? ഞാൻ നിന്നെ അടിക്കുന്നു പറഞ്ഞില്ല. അടിക്കണ കാര്യമില്ല, കുട്ടിയുടെ പേരിന്റെ കാര്യം. പേരിന്റെ കാര്യത്തിന് നീ ആരെ വേണമെങ്കിൽ വിളിച്ചോ, ഞാൻ ബാധിച്ചു നിൽക്കും. നമുക്ക് കാണാം. അവരൊക്കെ ചമ്മി പോവും. പിന്നെ ശുഷ്കാന്ത് എന്നുള്ള പേര് അവരെ അംഗീകരിക്കും എല്ലാരും. നീ അത് പൊയ്ക്കോടുന്ന്, ഞാൻ പണിയെടുക്കട്ടെ. കുമാരിച്ചി, നീ വിളിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ടോ? ചേച്ചി വാ, പൊയ്ക്കോട്. വാന്നേ, നമുക്ക് കാണാം. നിന്റെ മോൻ ശുഷ്കാന്ത മാറൂല. ചേച്ചി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ദേഷ്യം.
അല്ലെങ്കിൽ എന്താ പേരിനൊരു കുഴപ്പമേ നോക്കണേ. അതെ, ഏതൊരു പേരിനെ സ്നേഹിക്കാൻ പഠിക്കണം, അപ്പൊ ഇഷ്ടപ്പെടും. അപ്പുണ്ണിയുടെ മിണ്ടാ നിന്നോ അവിടെ. ആ നീ പൊക്കോ, നിന്റെ പണിയെടുത്തോ നീ പോയിട്ട്. എന്താ ഉറങ്ങണില്ലേ? വെറുതെ ആടി കളിക്ക? ഉറക്കൊന്നുമില്ലേ? ഉറങ്ങണില്ലേ? ആ ചിരിക്ക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ്, നിന്റെ അച്ഛനുമാണ്. ആ പുണ്യേട്ടൻ്റെ കാര്യം പറയണത്. ആ പുണ്യേട്ടൻ ശുഷ്കാന്തേന്നെങ്ങാനും വിളിച്ച നീ നോക്കരുത് കേട്ടാ. അമ്മയ്ക്ക് ആ പേര് ഒട്ടും ഇഷ്ടമല്ല. കൊള്ളില്ലാത്ത പേരാ. നോക്കുകയും വേണ്ട, പിണങ്ങി പോലെ തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നോണം. പിന്നെ വിളിച്ചാൽ നോക്കണ്ട കേട്ടോ. കേട്ടോ? ഇവിടെ 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 കേട്ടോന്ന്.